നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. അഭിനേത്രി, വാർത്താ അവതാരക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ആക്ടിവിസ്റ്റ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഇതെല്ലാം ഒരാളെ കുറിച്ചാണ് സ്വീറ്റി ബെർണാഡ്. പുതിയ വിശേഷങ്ങളുമായി സ്വീറ്റിയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായി ന്യൂസ് 3യിൽ ചേരുന്നത്. സ്വാഗതം സ്വീറ്റി. നമസ്കാരം. ഒരുപാട് സന്തോഷം. ന്യൂസ് 3യിലേക്ക് അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ മേഖലകൾക്കപ്പുറത്തേക്ക് ഇനിയും പറയാനുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ആ മേഖലകളുടെ എണ്ണം ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. എന്തായാലും സിനിമാ വിശേഷങ്ങൾ പുതിയത് പറയാനുണ്ട് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? ഇപ്പോൾ ഏവർക്കും ഒരുപാട് സന്തോഷം. ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ തന്നെ അഭിമാനം തോന്നാണ്. പിന്നെ അതിലുപരി ഒരു സമൂഹത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ പ്രദാനം ചെയ്യുന്നതിൽ ആ ഒരു ശക്തിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ശരി സ്വീറ്റി, തുടർന്ന് പറഞ്ഞോളൂ. സ്വീറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനുശേഷം എന്റെ വിശേഷത്തിലേക്ക് പോവാം. ചെറുതായിട്ട് എക്കോ പോലെ തിരിച്ചിങ്ങോട്ട് കേൾക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ പരിഹരിക്കാം സ്വീറ്റി. ഇപ്പൊ സ്വീറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മേഖലകളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതിലൊക്കെ അപ്പുറത്തേക്ക് സാമൂഹ്യപരമായ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്, ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ സിനിമ, ഏറ്റവും പുതിയ സിനിമ ഏതാണ്? ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായത് നമ്മുടെ ഹരീഷ് പേർഡി സാറ്, അഖിൽ കാവുങ്കൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ദാസേട്ടൻ്റെ സൈക്കിൾ. അതിൽ റോസി എന്നൊരു നല്ലൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിലുപരി സമൂഹത്തിൽ അനുഭവിക്കുന്ന കുറേ കാഴ്ചപ്പാടുകളെ ആ സിനിമ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. ആമസോൺ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അത് സ്ട്രീമിംഗ് ആണ്, എല്ലാവരും അത് കാണണം. അതിലുപരി ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിനേത്രി മാത്രമല്ല, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് സമൂഹത്തിനോട് എൻ്റെ ശബ്ദത്തിലൂടെ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് എപ്പോഴും സംസാരിക്കാൻ പല അവസരങ്ങളും കിട്ടാറുണ്ട്. അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ വേറൊരു സിനിമ കൂടി ചെയ്തിരുന്നു, ബട്ടർഫ്ലൈ _85_. പിന്നെ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു സിനിമ, എൻ്റെ അച്ഛൻ ഒരു വാഴ വെച്ചു. സിനിമാ മോഹം, അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം, അതുപോലെ മോഡലിങ്ങിൽ ശ്രദ്ധിക്കണം, ഡബ്ബിങ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, എൻ്റെ അമ്മച്ചി എൽസമ്മ എന്നെ ഇങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു ഷോയിൽ. അമ്മ ഒത്തിരി, എൻ്റെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഒത്തിരി എന്നെ പറ്റി ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അമ്മയ്ക്ക് അഭിമാനമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത്. അമ്മ കാണുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്കും വലിയ സന്തോഷം. സ്വീറ്റിയെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വീറ്റി പറഞ്ഞതിലൊരു ഒരു വാക്കുകൾ വളരെ കുറവായിരുന്നു എങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരു ട്രാൻസ് വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ നിൽക്കുന്ന ഒരു ഉയർച്ചയുണ്ടല്ലോ, അത് വെറുതെ അങ്ങ് ഉണ്ടായതല്ല, നല്ലപോലെ അധ്വാനിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുരസ്കാര വേദിയിൽ കണ്ടിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പഴയ കാലത്തിന്റെ അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു ലെവലിലേക്ക് എത്തിയപ്പോ തിരിഞ്ഞു നോട്ടം ഇടയ്ക്കിടയ്ക്കുണ്ടോ? പഴയ കാലത്തെ കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? എങ്ങനെ പോകുന്നു ജീവിതം സ്വീറ്റി? ഇപ്പോൾ നിലവിൽ ഒരുപാട് സന്തോഷത്തോടെയാണ്. എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, എൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ അപ്പച്ചനുണ്ട്, അമ്മ, അനിയൻ, എൻ്റെ അനിയത്തി, 2 മക്കൾ. ഫാമിലി നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ സമൂഹത്തിനോട് പറയാനുള്ള മാതൃകാപരമായിട്ടുള്ള കാര്യത്തിലൂടെ അങ്ങനെ ഒരു ജീവിത രീതിയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന കമ്മ്യൂണിറ്റികൾക്കാണെങ്കിലും തലമുറകൾക്കാണെങ്കിലും ഞാൻ പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ട്രാൻസ് മനുഷ്യരെ പല സ്ഥലങ്ങളിലും അവഹേളിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലായ്മയെ പറ്റിയിട്ട്, ഒരു സിസ്റ്റൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെ പറ്റി പറയുമ്പോഴും ഞങ്ങളുടെ ഭൂരിപക്ഷം ഇല്ലായ്മ ഞങ്ങളെ പലയിടങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം മേൽപ്പറഞ്ഞ പോലെ വരാറുണ്ട്. എങ്കിലും നിലവിലത്തെ ജീവിതം നല്ല സക്സസ്ഫുൾ ആയി പോകുന്നു. ഒരുപാട് കമ്മ്യൂണിറ്റിയെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്നാണ് തുടർ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ.
ഈ മേഖലകൾ പറയുമ്പോൾ അതിലൊന്ന് വാർത്താ അവതാരകയാണ് എന്നുള്ളതാണ്. അപ്പോൾ 9 വർഷമായിട്ട് വാർത്താ അവതാരകയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ന്യൂസ് 3യുടെ ഞായറാഴ്ചത്തെ ആങ്കർ നാദിറ മെഹറിനാണ്. അപ്പോൾ നിങ്ങളുടെ എന്ന് ഞാൻ പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ പ്രാതിനിധ്യം ന്യൂസ് 3യിൽ ഉറപ്പിക്കാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളും ആ കാര്യത്തിൽ. അപ്പോൾ ആ വാർത്താ അവതാരകയുടെ ജീവിതം എങ്ങനെ പോകുന്നു സ്വീറ്റി ബെർണാഡിൻ്റെ? വാർത്താ അവതാരകയുടെ ജീവിതം അതൊരു മിറക്കിളാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കൂടെ നിന്ന അന്ന് മുതൽ ഇന്ന് വരെ നിന്ന ഓരോ വ്യക്തികൾക്കും, എക്സ്പെഷ്യലി ഒരു ചേച്ചി അമ്മേനെ പോലെ കാണുന്ന സുബിത സുകുമാർ, ആ വ്യക്തിനെ പറ്റി പറയുമ്പോഴും എന്നെ ഇവിടം വരെ അത്രത്തോളം, പിന്നെ എൻ്റെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളോടും അവരൊരു ഡിസ്ക്രിമിനേഷനും കാണിക്കാതെ എത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യാമോ അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു നിമിഷം വരെ. കൊച്ചിൻ മെട്രോയിലെ ജോലിക്ക് ശേഷം, അത് ഡ്രോപ്പ് ഔട്ടായതിനു ശേഷമാണ് ജീവൻ ടി വിയിൽ വാർത്താ അവതാരകയായിട്ട് കയറിയത്. ആദ്യം സമൂഹത്തിൻ്റെ മുമ്പിൽ, ഇന്നല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു മാധ്യമ പ്രവർത്തനം എന്നെക്കൊണ്ട് സാധിക്കും, ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമുക്ക് ജനങ്ങളിലേക്ക് നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ എത്തും എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആത്മവിശ്വാസം മാത്രം പോരാ, നമുക്കൊരു ചെറിയൊരു ബാക്ക് ബോണും കൂടി വേണമായിരുന്നു. അപ്പോൾ അതിന് എന്നെ എൻ്റെ മീഡിയ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ജീവൻ ടി വിയിലെ ആൾക്കാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. അത് അന്ന് മുതൽ ഇന്ന് വരെ ഓരോ MT സാറും അവരെല്ലാ ആൾക്കാരും, ഓരോ ആൾക്കാരും എൻ്റെ ജീവിതത്തിൻ്റെ ഈ സമയങ്ങൾ വരെ എന്നോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ വാർത്താ അവതാരകയായിട്ടുള്ള ജീവിതയാത്ര. നമ്മൾ സിനിമയെക്കുറിച്ചൊന്ന് പറഞ്ഞു പോയി. അവിടെ ഈ സിനിമ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടെ ഒരു വേറെ തന്നെ ഒരു ലോകമാണല്ലോ അല്ലേ? സിനിമ അഭിനേതാക്കളുടെ ഇടയിലേക്ക് നമ്മൾ ചെല്ലുന്നു, നമ്മൾ ഒരുപാട് ആരാധിച്ചിരുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നു. ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു അഭിനേത്രിയായി മാറുമെന്ന്. ബിക്കോസ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ തിയേറ്റർ ഗ്രൂപ്പായിട്ടുള്ള മഴവിൽ ധ്വനിയിലൂടെയാണ് ഞാൻ അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. ബിക്കോസ് സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു ഞങ്ങളുടെ കേരളത്തിലെ 10-14 ട്രാൻസ് വുമൻസിൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം. അതിൽ അഭിനേത്രിയായിട്ട് പറയാൻ മറന്ന കഥകൾ എന്ന് പറയുന്ന ഒരു നാടക ട്രൂപ്പിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത്. അതും നമ്മുടെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചിറങ്ങിയതും. ഇത്തരത്തിലുള്ള അഭിനയം എന്താണെന്ന് പോലും നമുക്കറിയാത്ത ആ ഒരു അവസ്ഥയിൽ ആദ്യത്തെ ആ ഒരു പരിശീലനവും വേദിയും കിട്ടിയത്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഓഡീഷനുകളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയതും നമുക്ക് ആ കോൺഫിഡൻസ് വരാൻ തുടങ്ങിയതും. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയത് ബട്ടർഫ്ലൈ _85ലാണ്. അതിൽ പ്രശാന്ത് പത്മനാഭൻ, അദ്ദേഹം 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലാൽ ബാഗ്, ഇപ്പോൾ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ കുറേ പുതുമുഖ താരങ്ങളായിരുന്നു. ഞാനായിരുന്നു ഒരു സീനിയർ താരമായിട്ട് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആദ്യത്തെ അനുഭവം എനിക്ക് ഭയങ്കര പുതിയതായിട്ടുള്ളൊരു അഭിനയം എനിക്ക് വഴങ്ങുമായിരുന്നു. എങ്കിൽ പോലും ക്യാമറയുടെ മുമ്പിൽ നിന്നപ്പോൾ ആ പേടിയോ ഭയപ്പാടോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ സിനിമയായിട്ടുള്ള ദാസേട്ടൻ്റെ സൈക്കിളിൽ ചെല്ലുന്ന. അത് കുറച്ച് സീനിയർ ആർട്ടിസ്റ്റുകളുള്ള സിനിമയായിരുന്നു. ഹരീഷ് പെരടി സാറിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ടേക്കുകളെല്ലാം എടുക്കുന്ന സമയത്തും എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാരമില്ല സ്വീറ്റി, ഇതൊക്കെ നമ്മൾ സ്വയം ജീവിക്കുന്നത് പോലെ. ഹരീഷ് സാർ എന്നോട് പറഞ്ഞത്, നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലത്തെ ഒരു സ്പിരിറ്റിൽ അഭിനയിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രാത്രി സീനുകളും അതുപോലെ ഡേ ലൈറ്റ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിരുന്നു. പിന്നെ ആ സിനിമയിൽ സെറ്റിൽ ഉണ്ടായിരുന്നിട്ടുള്ള അണിയറ പ്രവർത്തകരാണെങ്കിലും അതിൻ്റെ ഡയറക്ടർ അഖിൽ കാവുങ്കിലാണെങ്കിലും ഡിസ്ക്രിമിനേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ആ മൊത്തത്തിലുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരി സ്വീറ്റി, നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊട്ടാരക്കരയിലെ സംഘർഷം അത് വലിയ രീതിയിൽ വാർത്തയിൽ ഇടം നേടിയതാണ്. ആ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പല രീതിയിലുള്ള വിശദീകരണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങളടക്കം ഇപ്പോഴും അത് പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സ്വീറ്റിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യമേ കൊട്ടാരക്കര വിഷയത്തിൽ ആദ്യമേ പറയാം, തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടട്ടെ. നമ്മൾ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പൊതുമുതലിനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിനും തടസ്സമാവുന്ന, അത് ഏത് ജെൻഡറിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും തടസ്സമുണ്ടാക്കുന്നത് വലിയ തെറ്റ്.
പിന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നീതി നിഷേധം തന്നെയാണ്. അത് നമ്മൾ കണ്ടു കാണും. അവഹേളിക്കപ്പെടുന്നത് ഒരു വിഭാഗത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ. നിലവിൽ കൊട്ടാരക്കരയിൽ ഉണ്ടായത് ഒരു 5-6-7 പേരോളം മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഒരു കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ മുന്നേ ചെല്ലുകയും ആ സമയത്ത് അവരെ നീതി നിഷേധിക്കപ്പെടുന്ന അവസരം ഉണ്ടായി. പിന്നീട് തന്നെ അവർ അസിസ്റ്റന്റ് കമ്മീഷണറെ ബന്ധപ്പെട്ടിരുന്നു. അതിനും സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞെങ്കിൽ പോലും സമാധാനം ഉണ്ടായില്ല. ഒരു ഗ്രൂപ്പോളം അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ കേരളത്തിൽ എവിടെയും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നമ്മൾ മേലധികാരികളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ അതുപോലെ കളക്ടറിനെയൊക്കെ നമ്മൾ പെർമിഷൻ എടുക്കുന്ന ഒരു ഇതുണ്ട്, നിയമമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കരയിൽ നടത്തിയ ആ ഒരു പ്രതിഷേധത്തിൽ അവരൊരു പെർമിഷൻ എടുക്കുകയോ വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുകയോ ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് വാസ്തവത്തിൽ. അതൊരു വല്ലാത്ത വിഷമമുണ്ടാക്കി. പക്ഷേ കുറച്ച് പേർ ചെയ്ത ഒരു തെറ്റിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല മനുഷ്യരെയും അവഹേളിക്കപ്പെടുന്ന രീതിയിലുള്ള വാർത്തയാണ് ഇപ്പോൾ നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണെങ്കിലും ആ വിഭാഗത്തെ സപ്പോർട്ട് അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യക്തികൾ തൊഴിലിടങ്ങളിൽ, പൊതുവിടങ്ങളിൽ, അതുപോലെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഫാമിലിയിൽ ഒക്കെ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നടന്ന സംഭവത്തെ നമ്മൾ ഒരു സ്ഥലത്തിലും അത് വെളുപ്പിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും അത് പറയുന്നില്ല. തെറ്റ് ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടട്ടെ. അതിലുപരി അവരുടെ നീതി നിഷേധവും അവിടെ നടപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഭൂരിപക്ഷം എടുത്തു നോക്കിയിട്ടാണ് തെറ്റ് ചെയ്ത ഒരാളെ മാത്രമാണ് നമ്മളവിടെ, ഒരു പുരുഷൻ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരാളെ വെട്ടിക്കൊല്ലുകയോ മാനഭംഗപ്പെടുത്തുകയോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്ത ഒരു പുരുഷനെ മാത്രമാണ് അവിടെ തെറ്റുകാരനാക്കുന്നത്. എങ്കിൽ സ്ത്രീകളെ അങ്ങനെ തന്നെയാണ്. കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാർ, സ്ത്രീകൾ, അല്ലെങ്കിൽ കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്ന കാമുകി, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സിസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീയെ മാത്രമാണ് അവിടെ കുറ്റം കാണിക്കുന്നത് എന്നതുപോലെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയിലും പുരുഷനിലും ഒരുപാട് അവരുടെ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അതിലുപരി ട്രാൻസ് മനുഷ്യർ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു ചെറിയ ഒരു വിഭാഗം, ഒരു 10-20 പേരടങ്ങുന്ന ഏതെങ്കിലും ഒരു വിഭാഗം തെറ്റ് ചെയ്താൽ കേരളത്തിലുള്ള എല്ലാ ട്രാൻസ് വുമൻസും നിലവിലത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല വ്യക്തികളെയും ട്രാൻസ് വുമൻസിനെയാണ് ബാധിക്കുന്നത്. ഇവിടെ ട്രാൻസ് മെൻസ് ഉണ്ട്, ഗെയ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ക്യൂർ വ്യക്തികളുണ്ട്. അവരാരും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ വാർത്തകളും അല്ലെങ്കിൽ ഒരുപാട് അപ്ഡേഷൻസും ഒക്കെ കാണുന്നത് ട്രാൻസ് വുമൻസിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു ട്രാൻസ് വുമണാണ്. അപ്പോൾ ഞങ്ങളെ പറ്റിയിട്ട് എല്ലാ മീഡിയകളും, സോഷ്യൽ മീഡിയകളും അല്ലെങ്കിൽ പൊതുവിടങ്ങളിലും ഒക്കെ തെറ്റായ വാർത്തകൾ പ്രചരിക്കുമ്പോൾ ഞാനടക്കമുള്ള എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ ഞാനടങ്ങുന്ന ഒരുപാട് ഒരു ശബ്ദമായ എന്നെ അടക്കം ആൾക്കാർ പഴി കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. അത് അത്യന്തം വിഷമമുള്ളൊരു കാര്യമാണ്. അതിന് മാറ്റം ഉണ്ടാവണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, അവര് ഒരു ചെറിയ വിഭാഗമാണ് എന്ന് പറയുമ്പോഴും കമ്മ്യൂണിറ്റിക്ക് അതിൽ ഇടപെടാനൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സ്വീറ്റി പറഞ്ഞതുപോലെ 1-2 വ്യക്തികളായിരുന്നില്ല അന്നത്തെ സമരത്തിൽ ആ വ്യാപകമായി പോലീസുകാരെ പ്രകോപിതരാക്കുന്ന രീതിയിൽ, അവരെ മർദ്ദിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അവർ കുറേ സമയം സംയമനം പാലിച്ച് നിൽക്കുകയും പിന്നീട് അവർക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരികയായിരുന്നു. പക്ഷെ പരിക്കേറ്റതിൽ ഭൂരിഭാഗവും പോലീസുകാർക്കാണ്. വനിതാ പോലീസുകാരെയൊക്കെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും അത് പോയിക്കൊണ്ടേയിരിക്കുന്നു. പറയൂ സ്വീറ്റി. പക്ഷേ നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കണ്ട വിഷ്വൽസിൽ, നമ്മൾ കണ്ട കുറേ വിഷ്വൽസിൽ അതൊരു ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെ ഉപദ്രവിക്കുന്ന സീനുകളും അതിൻ്റെ അകത്തുണ്ട്. ട്രാൻസ് മനുഷ്യരായിട്ടുള്ള ഒരുപാട് സർജറി ചെയ്ത ആൾക്കാർ അവർ ചെയ്തതൊന്നും നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തും നല്ലതാണെന്നല്ല പറയുന്നതെങ്കിൽ പോലും തെറ്റ് ചെയ്യാൻ പാടില്ല ഒരു സ്ഥലത്തും. അത് ട്രാൻസ് ആയാലും സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും. എങ്കിലും അത്തരത്തിലുള്ളൊരു ആക്രമണം ഒരു പൊതുജനങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ നിയമപാലകർക്കെതിരെയോ ചെയ്യുന്നത് തെറ്റാണ്.
അതിനൊരിക്കലും ഞാൻ അടങ്ങുന്ന ഒരു വിഭാഗം ആൾക്കാർ ആരും തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തത് തന്നെയാണ്. എങ്കിൽ പോലും ഈ തെറ്റ് ചെയ്യാനുണ്ടായ അതിൻ്റെ ബാഹ്യവശങ്ങളിലേക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അവർക്കും വേണ്ട നീതി നിഷേധിക്കപ്പെട്ടു പലയിടങ്ങളിൽ. അതാണ് ശരിക്കും അതിൻ്റേതായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രൊവോക്നെസ് ഉണ്ടായതും. അതുപോലെ പൊതുവിടങ്ങളിൽ ജനങ്ങളാണെങ്കിലും അവരെ ആക്രമിക്കാൻ ചെന്നതുകൊണ്ട് മാത്രമാണ്. ആ വ്യക്തികളോട് ഞാൻ പേഴ്സണലി അതിലെ കുട്ടികളോട് സംസാരിച്ചിരുന്നു. അവർക്ക് വേണ്ട നിയമോപദേശവും അതുപോലെ അഡ്വക്കേറ്റ്സിനെയൊക്കെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി പറയുന്നത്. കൊട്ടാരക്കര വിഷയത്തിലെ കുട്ടികളെ, ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട യുവതികളെ നാട്ടുകാരും അതുപോലെ ആക്രമിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയിട്ടാണ് ഇപ്പം ചില ആൾക്കാർക്ക് അതിൽ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിരുന്നു. അത് വളരെ മോശകരമാണ്. അതൊരിക്കലും ഇനി സംഭവിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ അത് കേരളത്തിലുള്ള എല്ലാ ട്രാൻസ് മനുഷ്യരെയും ട്രാൻസ് വുമൻസിനെയും ബാധിക്കുന്നത് അത്യന്തം അരോചകരമാണ്. അത് ഭയങ്കര വിഷമകരമാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. കുറേയേറെ എത്രയോ നാളുകൾ കൊണ്ടുള്ള നിങ്ങളുടെയൊക്കെ പ്രയത്നമാണിപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം പല മേഖലയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വീറ്റി പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ വിഭാഗം, നിങ്ങളുടെ ഇടയിലുള്ള ചെറിയ വിഭാഗം നടത്തുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പൊതുജനം അങ്ങനെ കാണുന്നു എന്ന് നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് താങ്കൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഇതിലൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. താങ്കളിപ്പോൾ അവരുമായി സംസാരിച്ചു, അവർ വളരെ കുറച്ചു പേരുമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്താനായോ? ഇങ്ങനെ അല്ല നമ്മൾ പ്രതിഷേധിക്കേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ പെരുമാറേണ്ടത് എന്നൊരു തിരുത്തൽ വരുത്തേണ്ടതല്ലേ കമ്മ്യൂണിറ്റി? അവരോട് ഇപ്പം നിലവിൽ ഒളിവിൽ പോയ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുസരിച്ചിട്ട് അവർ പോയ ആൾക്കാർ കരഞ്ഞുകൊണ്ട് അവർ വേറെ എവിടെയൊക്കെയാണ് ആ സ്ഥലങ്ങളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴും പറഞ്ഞത്, സ്വീറ്റി മമ്മി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. പൊതുജനങ്ങളും അതുപോലെ ഞങ്ങളെ പോലീസുകാരും അത്രത്തോളം രോഷാകുലരാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ പോലും തെറ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സത്യാവസ്ഥ, തെറ്റ് ചെയ്ത ആൾക്കാരല്ല കൂടുതലും റിമാൻഡിൽ പെട്ടിട്ടുള്ളത്. തെറ്റ് ചെയ്ത ആൾക്കാർ പുറത്തും തെറ്റ് ചെയ്യാത്ത ആൾക്കാർ അകത്തും കിടക്കുന്നൊരു പ്രവണത കണ്ടു. അതും വളരെ വിഷമകരമാണ്. പൊതു ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസ്കാരമില്ലായ്മ കാണിച്ചതിനോട് ഒരിക്കലും യോജിക്കില്ല. പൊതുവായിട്ടുള്ള പല കമ്മ്യൂണിറ്റി കാര്യങ്ങളിലും അല്ലെങ്കിൽ പല ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ഞാനടക്കമുള്ള വ്യക്തികൾ അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചോദിക്കാൻ ചെന്നപ്പോൾ അവരുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: കയ്യിൽ നിന്ന് പോയി. അവരുടെ മാനുഷികമായിട്ടുള്ള പരിഗണന വിഷയങ്ങൾ അവർ ചോദിച്ചപ്പോൾ, നിയമപാലകരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതൊന്നും കിട്ടിയിരുന്നില്ല. അതിലുപരി അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പോയി അവരുടെ പ്രൊട്ടസ്റ്റ് നടത്തി. അതും ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. ഇതിന്റെ ഒരു കാരണത്തിലേക്ക് കൂടി കടക്കുമ്പോഴാണ് നമുക്ക്, അതായത് 4 വർഷം മുമ്പുണ്ടായ ഒരു കേസ്, 4 വർഷം മുമ്പ് ഇതുപോലെ തന്നെ അവർ ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുകയും കുറച്ചു പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആ കേസ് ഒത്തുതീർപ്പാക്കണം. മാത്രമല്ല, കേസെടുത്ത ഉദ്യോഗസ്ഥനെ പുറത്താക്കണം. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകണം. ഇതായിരുന്നു ആവശ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അദ്ദേഹം ഇപ്പോൾ സർവീസിലില്ല എന്നുള്ളത് പോലും മിനിമം സമരക്കാർ അറിഞ്ഞിരിക്കണമായിരുന്നു. അതുപോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അവർക്ക് വ്യക്തമായ ധാരണയോ കൃത്യമായ ആശയമോ ഇല്ലാണ്ടാണ് അവരൊരു പ്രൊട്ടസ്റ്റ് നടത്തിയത്. അത് അത്യന്തം വിഷമകരം തന്നെയാണ്. അത് നമുക്കൊരിക്കലും യോജിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഇത്തരത്തിലുള്ള ഒരു കൊട്ടാരക്കര വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തിലുള്ള നിരന്തരം എല്ലാ ട്രാൻസ് വുമൻസിനും അത്യന്തം വളരെ അപമാനകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു കൊട്ടാരക്കര വിഷയം നടന്നത്. അതിൽ ഇനിയുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആൾക്കാർ ശിക്ഷ അനുഭവിക്കട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനി ഒരിക്കലും ഒരു ട്രാൻസ് വുമൻസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം. ശരി സ്വീറ്റി, അപ്പോൾ എന്തായാലും സ്വീറ്റി ആ സമരത്തെ പൂർണ്ണമായും തള്ളുന്നതായാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ആശയമോ ലക്ഷ്യമോ ഇല്ലാത്ത ഒരു സമരമായിരുന്നു എന്നുള്ളതാണ് സ്വീറ്റിയും പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരുന്നില്ല ഈ ചർച്ചയിൽ. അശ്വതി ഒരു നിമിഷം
അശ്വതി, ഇത്തരത്തിലുള്ള അക്രമവാസന നടത്തുന്ന സമരങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങൾ നടത്തുന്ന സമരങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തിലും അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ഒരു ക്യൂർ മനുഷ്യനും പ്രോത്സാഹിപ്പിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. അവർ കാണിച്ചത് ശരിക്കും തെറ്റാണ് എങ്കിൽ കൃത്യമായിട്ടുള്ള അവബോധം വെച്ച് അല്ലെങ്കിൽ വേണ്ടപ്പെട്ട നമ്മുടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചുകൊണ്ട് നടത്തുന്ന അവകാശവാദങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തുന്ന പ്രൊട്ടസ്റ്റുകൾക്കും നമുക്ക് എന്നും നിലനിൽപ്പുണ്ട്. ഞാൻ അടക്കമുള്ള ഒരുപാട് വ്യക്തികൾ ഒരുപാട് തരത്തിൽ രാജ്ഭവൻ മാർച്ച് പോലുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളാണ്. അതിന്റെ അറിവ് വെച്ചിട്ട് തന്നെ പറയാണ്, ഇവർ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മേഖലയിലുള്ള ട്രാൻസ്വുമൻസ് കമ്മ്യൂണിറ്റികൾ നടത്തിയിട്ടുള്ള ഈ ഒരു അതിക്രമത്തിൽ അത് മീഡിയ വാർത്തയാക്കി, അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. ഇപ്പോൾ നിലവിലെ സാഹചര്യം സ്ത്രീയും പുരുഷനുമായി ആയിട്ടുള്ള വ്യക്തികളെ പോലെ ഞങ്ങളെ കാണാതെ ആ ഒരു പ്രശ്നം നടന്നത് കേരളത്തിലുള്ള എല്ലാ ട്രാൻസ് കമ്മ്യൂണിറ്റിയും അതിൽ ഉത്തരവാദികളാണ് എന്നുള്ള ഒരു മോശമായിട്ടുള്ള വാർത്തയാണ് സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആർക്കും ഞങ്ങൾക്ക് പങ്കില്ല. തെറ്റ് ചെയ്തവർ എവിടെയായിരുന്നാലും അതിൽ ശിക്ഷ അനുഭവിക്കട്ടെ. ശരി, സ്വീറ്റി എന്തായാലും വ്യക്തമായി തന്നെ സ്വീറ്റിയുടെ നിലപാട് പറഞ്ഞു. നമ്മൾ ഈ വാർത്താവതാരകയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെയുള്ള വാർത്തകൾ, ഇതുപോലെയുള്ള എന്നല്ല, എല്ലാ വാർത്തകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോയി. അപ്പോൾ സ്വീറ്റി അതിനുശേഷം വാർത്ത വായിക്കാൻ തുടങ്ങിയത് മുതലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ തുടങ്ങിയോ? ഞാൻ എല്ലാ ദിവസവും തന്നെ എൻ്റെ ഓരോരോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ന്യൂസ് റീഡറാണ് അളകനന്ദ ചേച്ചി, സത്യം പറയാം. പിന്നെ അങ്ങനെ കുറെ, പിന്നെ അശ്വതിനെ ഇഷ്ടമാണ്. അശ്വതിന് എനിക്ക് ഇഷ്ടമാണ്, അശ്വതിയുടെ ശബ്ദം ഇഷ്ടമാണ്. അല്ല, അത് ഇനി ഞാൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നുള്ളതാണ്. അപ്പൊ അതൊന്നും സാരമില്ല. അളകനന്ദ ചേച്ചി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കാണുന്ന ന്യൂസിലൊരു ശബ്ദമാണ്. പറഞ്ഞോളൂ സ്വീറ്റി. ഒരിക്കലും അല്ല. അശ്വതിയുടെ ഡ്രസ്സിങ് സ്റ്റൈല്, ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണട വെക്കുന്നത് ഞാനത് എപ്പോഴും കാണാറുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്കൊരു നമ്മൾ ചില ആൾക്കാർ നമ്മളെപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതിൽ ചില കാര്യങ്ങൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ സാമൂഹിക വിഷയങ്ങളിലൂടെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രശ്നങ്ങൾ ഞാനത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ സ്വന്തം ശബ്ദത്തിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു വളരെ കൃത്യമായ ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ എല്ലാ സാമൂഹിക വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. ഇടം വലം നോക്കാതെ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അത് ഏറ്റവും എനിക്ക് തോന്നുന്നു, എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. ഒരു ന്യൂസ് റീഡർ എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മാറ്റാൻ, കുറേ നല്ല നല്ല കാര്യങ്ങൾ വരുത്താൻ സാധിച്ചു. എനിക്ക് കോൺഫിഡൻറ്റ് വരുത്താൻ സാധിച്ചു. സ്വീറ്റി, പിന്നെ നമ്മുടെ അഭിനയം, നമ്മൾ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചു. ഈ ഡബ്ബിങ്ങിലേക്ക് എത്തിയപ്പോൾ എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ ഈസി ആണോ ഡബ്ബിങ്? ഡബ്ബിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡബ്ബിങ് ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ റീടേക്ക് ഒക്കെ എടുക്കേണ്ടി വരും. അഭിനയം എനിക്ക് റീടേക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഡബ്ബിങ് നമുക്ക് കൃത്യമായിട്ട്, ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു മലയാള സിനിമ ഒരു ഇന്ദ്രജിത്ത് സാറിനായിട്ട് ഡബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ റിലീസാവാൻ പോകുന്നേ ഉള്ളൂ, ധീരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഞാൻ ഡബ് ചെയ്ത സമയത്ത്, സാറുമായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും ഷിവറിങ് വന്നു. ബിക്കോസ് ഇന്ദ്രജിത്ത് സുകുമാരനെ പോലത്തെ ഒരു വലിയ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഒരുമിച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ടാണ് ഡബ് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഡബ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഷിവറിങ് അനുഭവപ്പെട്ടിരുന്നു. ഒരു കലാകാരി എന്ന രീതിയിൽ നന്നായി പേടിച്ചിരുന്നു. പിന്നെ ഡബ്ബിങ് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു നല്ല രീതിയിൽ കുറേ ആ ഒരു ക്യാരക്ടറുമായിട്ട് ഇണങ്ങിച്ചേർന്ന് വേണം എപ്പോഴും ഡബ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ ആ വ്യക്തിയെ കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മൈൻഡിലേക്കും പ്രവേശിപ്പിച്ചുകൊണ്ട് മാത്രമേ ഡബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ശബ്ദവും അതിനനുസരിച്ചിട്ട് വഴങ്ങാൻ ഉള്ളൊരു കഴിവുണ്ടായിരിക്കണം ഡബ് ചെയ്യുമ്പോൾ. സ്വീറ്റിയുടെ ഓരോ മേഖലയെക്കുറിച്ച് ചോദിക്കാനും ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മേക്കപ്പ്. ഇതിനിടയ്ക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അതിന്റെ വർക്കൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടോ? സമയം കിട്ടുന്നുണ്ടോ?
ഏറ്റവും കൂടുതൽ ഞാൻ പട്ടണം റഷീദ് അറിയാം, എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തിനെ പോലത്തെ ഒരു വലിയ വ്യക്തിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിറങ്ങിയത് 2015-16 കാലഘട്ടത്തിൽ. ശരിക്കും ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കൂടുതൽ നടത്തിയത് എൻ്റെ പെറ്റ് മദർ ആയിട്ടുള്ള ഡാലു കൃഷ്ണദാസ്, ഒരു ഇന്റർനാഷണൽ ഫാഷൻ കൊറിയോഗ്രാഫറിന്റെ വീട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എൻ്റെ ഒരു ട്രാൻസ് മദറാണ് ഡാലു കൃഷ്ണദാസ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഈ കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നത്. ആദ്യം എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ ഫാമിലി കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം മാറി ഇപ്പോൾ നിലവിൽ. അപ്പോൾ പട്ടണം റഷീദിൻ്റെ അടുത്താണ് നമ്മുടെ മീഡിയ, പ്രോസ്തറ്റിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് പഠിക്കുന്നത്. അതുപോലെ എൻ്റെ ഒരു സിസ്റ്ററും കൂടിയിട്ടുണ്ടായിരുന്നു, എയിൻഹണി എന്ന് പറഞ്ഞിട്ട്, എയിൻഹണി ആരോഹി. അപ്പം ഞങ്ങൾ രണ്ടും കൂടിയിട്ടാണ് ഈ ഒരു മേക്കപ്പ് കോഴ്സ് പഠിച്ചത്. നന്നായിരുന്നു. അവിടെ നിന്ന് ആദ്യം ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിച്ചതിന് ശേഷം ആദ്യം ജോലി ചെയ്ത സ്ഥാപനം ഇന്ത്യ വിഷൻ ന്യൂസ് ചാനലാണ്. പിന്നെ ന്യൂസ് ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലും ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ആ ചാനലിൽ ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രോസ്തറ്റിക് മേക്കപ്പ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രേതങ്ങളെയൊക്കെ പോലെ ഉണ്ടാക്കുക, നമ്മുടെ വിരലറ്റ് പോയി, അതൊക്കെയാണ് പ്രോസ്തറ്റിക് മേക്കപ്പ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിലവിൽ എനിക്ക് കുറേ തിരക്കുകൾ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചേക്കാണ്. നമ്മൾ പഠിച്ചത് അതൊരു കൈത്തൊഴിലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മേഖലയാണ് മേക്കപ്പ്. അതൊരിക്കലും മറന്നിട്ടില്ല. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായി എല്ലാ രീതിയിലും വിനിയോഗിച്ച് മുന്നോട്ട് പോകുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് വേറൊരാൾ നമ്മുടെ പെട്ടെന്നൊരു കസിൻസിൻ്റെ കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ വന്നാൽ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ ഐഡിയാസും എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വരാം. അതിനിടെ കൂടി ഒരു പരസ്യം കൂടി, ഞാൻ ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാമെന്നൊരു പരസ്യം കൂടി സ്വീറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്വീറ്റി, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നന്നായി പോട്ടെ എല്ലാ കാര്യങ്ങളും, എല്ലാ മേഖലകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. അശ്വതി, എൻ്റെ അമ്മയ്ക്ക് ഒന്നൊരു ഹായ് കൊടുത്തേക്കണേ, ഭയങ്കര സ്നേഹമാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്വീറ്റി എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി കാണും. ഇപ്പൊ ഇത്തരത്തിൽ ഒരു അതിഥിയായി അമ്മയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷം. അമ്മയുടെ പേര് എൽസി എന്നാണ്. അപ്പൊ എൽസി അമ്മയ്ക്ക് എന്തായാലും ഒരു വലിയ ഹായ് ഉണ്ട്. അപ്പൊ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. സന്തോഷമായിട്ടിരിക്കുക, ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ. അപ്പോൾ സ്വീറ്റി, താങ്ക് യു സോ മച്ച്. മുന്നോട്ട് പോകൂ ധൈര്യമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു അശ്വതി.